ഹലോ ഡിയേഴ്സ്, അങ്ങനെ നമ്മുടെ മഹാലക്ഷ്മി പുത്തൻ എപ്പിസോഡിലുണ്ടല്ലോ നമ്മുടെ സാഗർ നമ്മുടെ കണ്ണം വിളിപ്പിക്കുന്നുണ്ട്. അപ്പൊ സാഗറിന് ആകപ്പാട് പേടി, നീ കണ്ണം വല്ലതും അറിഞ്ഞു കാണോ എന്നൊക്കെ ഇങ്ങനെയുള്ള ഒരു ചിന്തയുണ്ട്. അപ്പൊ നമ്മുടെ കണ്ണൻ ചോദിക്കുന്നുണ്ട്, മഹാലക്ഷ്മി തിരികെ വന്നപ്പോൾ, ഇന്നലെ പോയിട്ട് തിരികെ വന്നപ്പോൾ ആകപ്പാട് ഡൗൺ ആയിരുന്നല്ലോ, ഡൾ ആയിരുന്നല്ലോ, എന്ത് പറ്റി, വല്ലതും നടന്നായിരുന്നോ സാഗർ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ സാഗർ പറയുന്നുണ്ട്, ഇല്ലല്ലോ, ഫുഡ് കഴിച്ചു കഴിഞ്ഞ് മാഡം എന്നോട് ഓഫീസിലേക്ക് പോകാൻ പറഞ്ഞായിരുന്നു, പിന്നെ അവിടെ എന്ത് സംഭവിച്ചെന്ന് എനിക്ക് അറിയില്ല സാറേ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ കണ്ണൻ പറയുന്നുണ്ട്, ശരിയാണ്, എന്നാ പിന്നെ അയാൾ വീട്ടിൽ പോയി അമ്മയെ കണ്ടതിന്റെ സങ്കടമായിരിക്കും, അമ്മയെ കണ്ടു കഴിഞ്ഞ് പിന്നെ അയാൾക്ക് സങ്കടം ആകാറുണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കണ്ണനെ സാഗറിനെ വിടുവാട്ടോ. എന്നിട്ട് സാഗറിനോട് നമ്മുടെ കണ്ണൻ പറയുന്നുണ്ട്, മഹാലക്ഷ്മി വരുമ്പോൾ മഹാലക്ഷ്മിയുടെ കൈ കൊണ്ട് തനിക്ക് ഞാൻ സാലറി തരിക്കാം എന്ന് പറഞ്ഞിട്ട് വിടുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമുക്ക് കാണുവാൻ സാധിക്കും, നമ്മുടെ മഹാലക്ഷ്മിക്ക് ആ ഒരു മാർക്കറ്റിൽ നിന്ന് നമ്മുടെ മേഘനാഥന്റെ ആ ഒരു CCTV ഫോട്ടോ കിട്ടി അല്ലെ. അത് കൊണ്ടുവന്ന് നമ്മുടെ ഹോസ്പിറ്റലിൽ ഒരു നേഴ്സിനെ കൊണ്ടുവന്ന് കാണിക്കുന്നുണ്ട്. എന്നിട്ട് അവരോട് പറയുന്നുണ്ട്, അന്ന് ആക്സിഡന്റിൽ സീരിയസ് ആയിട്ട് കിടന്നത് ഇയാൾ തന്നെയല്ലേ എന്നിങ്ങനെ ചോദിച്ച് കൺഫേം ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ നേഴ്സ് പറയുന്നുണ്ട്, ശരിയാണ്, ഇയാൾ തന്നെയാണ്, ഇയാൾ ഭയങ്കര പൂവാലനാണ്, ആരെങ്കിലും അടുത്ത് ഒറ്റയ്ക്കായാൽ പിന്നെ അയാൾ ഭയങ്കര പഞ്ചാരടിയാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മഹാലക്ഷ്മി പറയുന്നുണ്ട്, ശരിയാണ്, അയാളുടെ സ്വഭാവം എനിക്കറിയാം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ അല്ല നമ്മുടെ മഹാലക്ഷ്മി കണ്ണൻ്റെ അടുത്തേക്ക് ചെല്ലുവാട്ടോ. എന്നിട്ട് കണ്ണനോട് പറയുന്നുണ്ട്, എനിക്ക് മേഘനാഥനെ ഉറപ്പായിട്ടും അടുത്ത് തന്നെ കാണണം, അമ്മാവിൻ്റെ മകനെ ഉറപ്പായിട്ടും കാണണം, കണ്ടിട്ടിന് ഒരു കാര്യം ചെയ്യും, വിളിച്ച് ചോദിച്ചാൽ മേഘനാഥൻ വീട്ടിലില്ല എന്നേ പറയുള്ളൂ, സൈബർ സെല്ലിനെ കോൺടാക്ട് ചെയ്തിട്ട് അയാളുടെ ലൊക്കേഷൻ ഒന്ന് കറക്റ്റ് ചെയ്യുക, അയാൾ വീട്ടിൽ തന്നെ ഉണ്ടെങ്കിൽ നമുക്ക് പറയാതെ അങ്ങോട്ട് ചെന്ന് അദ്ദേഹത്തെ കാണാം എന്ന് പറയുന്നുണ്ട്. അപ്പൊ കണ്ണൻ പറയുന്നുണ്ട്, ശരി, തനിക്ക് അത്രയ്ക്കും കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യാം എന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് നമ്മുടെ മഹാലക്ഷ്മിയുടെ ക്യാബിനിലേക്ക് നമ്മുടെ സാഗർ വരുന്നുണ്ട്. അപ്പൊ സാഗറിനോട് കുറെ ഇങ്ങനെ വരട്ടി പറയുന്നുണ്ട് കേട്ടോ, നിന്റെ ജോലി, ഒരു പാവപ്പെട്ടവന്റെ ജോലി ഞാനായിട്ട് കളയണ്ടല്ല എന്നുള്ളൊരു ഒറ്റ ചിന്തയിൽ മാത്രമാണ് ഞാൻ നിന്റെ കാര്യങ്ങളൊന്നും കണ്ണേട്ടനോട് പറയുന്നത്. നിനക്കറിയോ, വിവാഹത്തിന് ശേഷം ഞാൻ കണ്ണേട്ടനോട് പറയാത്തതായിട്ട് ഒന്നുമില്ല, നിന്റെ കാര്യമാണ് ഞാൻ മറച്ചു വെച്ചിരിക്കുന്നത്, മേലിൽ ഇമാതിരി പ്രവർത്തി ചെയ്താൽ പിന്നെ ഞാൻ നിന്നോട് ഒരു ദാക്ഷിണ്യവും കാണിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഡയലോഗ് കടിക്കുന്നുണ്ട് കേട്ടോ. ഏറ്റവും ഒടുവിൽ നമ്മുടെ മഹാലക്ഷ്മി നമ്മുടെ സാഗറിന് സാലറി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ മഹാലക്ഷ്മി പറയുന്നുണ്ട്, ഇതിന്റെ കർമ്മത്തിട്ട് അടിക്കേണ്ട കൈ കൊണ്ടാണ് ഞാൻ ശമ്പളം തരുന്നത്, എന്റെയൊക്കെ ഒരു ഗതികേടെ, മേലാൽ എന്റെ മുന്നിൽ വരരുത്, പൊയ്ക്കോ എന്നും പറഞ്ഞിട്ട് നമ്മുടെ സാഗറിനെ ആട്ടി വിടുന്നൊക്കെ ഉണ്ട് കേട്ടോ. പിന്നീട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ടല്ലോ, നമ്മുടെ കണ്ണൻ വിളിച്ച് നമ്മുടെ മഹാലക്ഷ്മിയോട് പറയുന്നുണ്ട്, സൈബർ സെല്ലിൽ നിന്നും കോൾ വന്നായിരുന്നു, അവൻ വീട്ടിൽ തന്നെ ഉണ്ട്, നമുക്ക് വേഗം അങ്ങോട്ടേക്ക് പോകാം എന്ന് പറയുന്നുണ്ട്. അപ്പം മഹാലക്ഷ്മി പറയുന്നുണ്ട്, ആദ്യം കണ്ണേട്ടൻ ചെല്ല്, ഞാൻ വന്ന കാര്യം അയാളോട് പറയണ്ട, ഞാൻ വന്നെന്ന് അറിഞ്ഞാൽ അയാൾ എന്തെങ്കിലും നുണ പറഞ്ഞ് അവിടെ നിന്നും ഒഴിഞ്ഞു പോകും എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ തന്നെ നമ്മുടെ കണ്ണനാട്ടോ ആദ്യം അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. അപ്പൊ കണ്ണനെ നമ്മുടെ അമ്മായി നമ്മുടെ മേഘനാഥന്റെ പെങ്ങളും കൂടി വെൽക്കം ചെയ്യുന്നുണ്ട്. അപ്പൊ മേഘനാഥനെ നമ്മുടെ പെങ്ങൾ പോയി വിളിക്കുന്നുണ്ട്. അപ്പൊ മേഘനാഥൻ ആകെപ്പാടെ ടെൻഷൻ, കണ്ണൻ ഒറ്റയ്ക്കാണോ, കണ്ണൻ്റെ കൂടെ ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ പെങ്ങൾ പറയുന്നുണ്ട്, കണ്ണനോട് ഡ്രൈവർ ഉണ്ട്, വേറെ ആരുമില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ മേഘനാഥൻ കുറച്ച് പേടിച്ചിട്ടാണെങ്കിലും ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. കണ്ണൻ അടിയിൽ നിൽക്കുകയാണല്ലോ, വരാതെ വേറെ നിവർത്തിയൊന്നുമില്ല. അങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങി അടിയിലോട്ട് വരുമ്പോഴാണ് കണ്ണന്റെ കൂടെ മഹാലക്ഷ്മി നിൽക്കുകയാണ്. മഹാലക്ഷ്മി ഇങ്ങനെ കൊട്ടക്കലിപ്പിൽ നമ്മുടെ മേഘനാഥനെ നോക്കി നിൽക്കുന്ന ഒരു രംഗത്തിൽ തന്നെയാട്ടോ കൂട്ടുകാരെ എപ്പിസോഡ് അവസാനിക്കുന്നത്. പിന്നെ എന്തൊക്കെയായിരിക്കും അവിടെ നടക്കാൻ പോകുന്നത്? ഇനി നമ്മുടെ മഹാലക്ഷ്മി മേഘനാഥന്റെ കാര്യവും മറച്ചു വെക്കോ? അങ്ങനെയാണെങ്കിൽ കഥ ഭയങ്കര ബോറായി പോകും അല്ലെ പ്രേക്ഷകർ. എന്തായാലും അവിടെ ഒരു കടുത്തൊരു വാക്പോരെന്തെങ്കിലും നടക്കണം, എന്നാലും പരമ്പര ഒന്ന് ഉഷാറാകൂ അല്ലെ. എന്തായാലും കാത്തിരുന്ന് തന്നെ കാണുമ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും. ഗുഡ് ബൈ.